കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മസിലാണ്. കോൺഫിഡൻസ് മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കണ്ടിന്യൂസ് വർക്കൗട്ടിലൂടെയാണ് നമ്മളുടെ ആ മസിൽ ബിൽഡ് ആവുള്ളൂ. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മാത്രമാണ് നമ്മളുടെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുള്ളൂ. ഈ ഡിപ്രഷൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ അത് അറിയാൻ പറ്റും? എനിക്ക് ഡിപ്രഷൻ്റെ സ്റ്റേജ് സ്റ്റാർട്ടിങ് ആയി തുടങ്ങി എന്നുള്ളത് എപ്പോഴും അറിയാൻ പറ്റും? നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടിരിക്കുക, നമുക്ക് പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ അങ്ങ് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസത്തേക്കൊക്കെ അത് കോമൺലി നമ്മൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ഉണ്ടാവും. പക്ഷേ ഇത് ആഴ്ചകളും മാസങ്ങളുമായിട്ട് മാറാത്ത അവസ്ഥയിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കുക. ഡിപ്രഷൻ അനുഭവിക്കുന്നവർ ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെ ഈ റീൽസും കാര്യങ്ങളുമാണ് ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ അറിവൊക്കെ കൊടുക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ സ്റ്റേജിൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഉണ്ടോ? നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രം നഷ്ടം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക. അല്ലാതെ നമ്മളോർക്ക് നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു പാഠം പഠിക്കും, അല്ലെങ്കിൽ എല്ലാവരും അത് എഫക്റ്റ് ചെയ്യും, ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഡോക്ടർ ലൈഫ് കോച്ചും കൂടിയാണ്. ഈ ലൈഫ് കോച്ച് എന്ന സമയത്ത് വരുന്ന ക്ലയൻസിന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? ലൈഫ് കോച്ചിങ്ങിന് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ക്ലയൻസിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് മെയിനായിട്ട് സെൽഫ് അവെയർനെസ് ഇല്ലായ്മ തന്നെയാണ്. അതായത് ഞാൻ ആരാണെന്നും എൻ്റെ കുറവുകളും കൂടുതലുകളെക്കുറിച്ചൊന്നും എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. ബട്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ എങ്ങനെ എത്തും? അപ്പം മെൻ്റൽ ബ്ലോക്സ് എല്ലാവർക്കും ഉണ്ടാവും. മെൻ്റൽ ബ്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ ഒരു റിയൽ പൊട്ടൻഷ്യൽ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവരിലും ഉണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, പക്ഷെ ആ പൊട്ടൻഷ്യലിലോട്ട് മിക്കവർക്കും എത്താൻ പറ്റില്ല. അവരിങ്ങനെ സ്കാറ്റേർഡ് ആയി പോകും. ഇപ്പം തന്നെ നമുക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യമില്ലേ, അത് തന്നെ നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ കോച്ചിങ്ങിന് വരുന്ന മിക്ക ആളുകളുടെ കേസിലെന്ന് വെച്ചാൽ അവരൊരു ഗ്രോത്തിനെ കണ്ടിട്ടാണ്. അപ്പോൾ അവർക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ആ ക്ലാരിറ്റിയിലേക്ക് എത്തും. വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതിലുപരി മെൻ്റൽ വർക്കൗട്ട്സ് ചെയ്ത് നമുക്ക് അവരെ ആ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഡോക്ടർ? ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മസിലാണ്. കോൺഫിഡൻസ് മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കണ്ടിന്യൂസ് വർക്കൗട്ടിലൂടെയാണ് നമ്മളുടെ ആ മസിൽ ബിൽഡ് ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മൾക്ക് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹം. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഈ വണ്ണത്തിൽ ഓടിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം എന്നെ കളിയാക്കും, അതുകൊണ്ട് ഒന്ന് ബോഡി സെറ്റായിട്ട് ഓടാൻ തുടങ്ങാം എന്ന് പറയുന്ന പോലെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാനൊരു പരിപാടിക്ക് ഇറങ്ങുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മാത്രമാണ് നമ്മളുടെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ ഡെയിലി അതിലേക്ക് എത്താനായിട്ടുള്ള വർക്കൗട്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പം ഫിസിക്കൽ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ഒരു മെൻ്റൽ രീതിയിലാണെങ്കിലും വർക്കൗട്ട്സ് ചെയ്ത് നമ്മളിപ്പോൾ എനിക്ക് നന്നായിട്ട് ആളുകളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ആരോടും മിണ്ടാതിരിക്കുക, നമുക്കൊരിക്കലും ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ആവില്ല. നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ നമ്മൾ ആദ്യം വീട്ടിലുള്ള ഒരു 3 പേരോടായിരിക്കും മിണ്ടുന്നത്. അത് റെഗുലർലി ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചൊന്നാവുക. പിന്നെ നമ്മളുടെ ഒരു ഓഫീസിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും സംസാരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു സ്മോൾ ഗ്രൂപ്പിൽ സംസാരിച്ച് നമ്മളൊരു ലാർജ് ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് വരാം. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മസിലാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരുടെയും വിചാരം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. പക്ഷേ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആ കോൺഫിഡൻസിലേക്ക് എത്താനായിട്ട് അവർ ഒരുപാട് നാളത്തെ അവരുടെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കോൺഫിഡൻസിന്റെ ചില ആൾക്കാർ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നിട്ടും ചിലടത്ത് ഫെയിലിയർ ആവുന്നുണ്ട്. പക്ഷെ ആ ഫെയിലിയർ ആയ പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് തിരിച്ച് കിട്ടാൻ ഇച്ചിരി ഒരു പ്രയാസമാണ്. അപ്പൊ ഈ ഫെയിലിയർ എങ്ങനെ നമുക്കൊന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും? അതായത് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി ഫെയിലിയറിനെ നമ്മൾ പണ്ട് തൊട്ട് വിജയം അല്ലെ പരാജയം, ഇങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നത്, ഒന്നേ ജയിക്കുക അല്ലെ പരാജയപ്പെടുക. ആക്ച്വലി പരാജയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ദ എൻഡ് എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ ഇതിൽ കണ്ടീഷൻഡാ, ഇനിയില്ല, തോറ്റു, നീ അത് ട്രൈ ചെയ്ത് തോറ്റു, ഓട്ട മത്സരത്തിൽ ട്രൈ ചെയ്തു, നീ എങ്ങും എത്തിയില്ല, തോറ്റു, ഇനി ആ പരിപാടിക്ക് നിൽക്കണ്ട, ഇത് നമ്മൾ കണ്ടീഷൻഡാണ്. ആക്ച്വലി ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു എൻഡ് അല്ല, ഇറ്റ്സ് എ ഫീഡ്ബാക്ക്.
എന്ന് നമ്മൾ കാണാൻ തുടങ്ങണം. കാരണം ഇപ്പോൾ തോമസ് എഡിസൺ പറഞ്ഞ പോലെ 10,000 പ്രാവശ്യം തോറ്റപ്പോൾ മനസ്സിലായി ഞാൻ ഈ 10,000 പ്രാവശ്യം ട്രൈ ചെയ്ത മെത്തേഡും ശരിയല്ല എന്നുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയതെന്ന്. ആക്ച്വലി നമ്മുടെ ആ പരാജയങ്ങളെ നമ്മുടെ ലൈഫിൽ ഫീഡ്ബാക്കുകളായിട്ട് എടുക്കുക, അതിനൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അത് ചെറുപ്പം തൊട്ടേ തോക്കുന്ന കുട്ടികളോട് ആ ലെവലിൽ വേണം. നീ തോറ്റുപോയല്ലേ എന്ന് പറയാതെ നമ്മൾ അതൊരു ഫീഡ്ബാക്കാണ്. നെക്സ്റ്റ് ടൈം നീ ആ ഏരിയയിൽ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആവാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നർച്ചർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഫെയിലിയറിന് ആ സെൻസിൽ എടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ തോറ്റുപോയി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇനി അതിലൊരു ഭാവി ഇല്ല എന്നുള്ളത് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഫെയിലിയറിനെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുക. ഇറ്റ്സ് നോട്ട് ദ എൻഡ്. ഓക്കെ, ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഡിപ്രഷനാണ്, ഞാൻ ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കുന്നു, ഇനി ഡിപ്രഷനാണ്, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നൊക്കെ. ആക്ച്വലി ഡിപ്രഷൻ്റെ മീനിങ് എന്താണ് ഡോക്ടർ? ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് ഫേസ് ആണ്. അതായത് നമുക്ക് സാധാരണ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു മെൻ്റൽ ഒരു ബുദ്ധിമുട്ട് തന്നെ. ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ വെറുതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇപ്പോഴത്തെ ജെൻസിൻ്റെ ഐ ആം ഡിപ്രസ്ഡ് എന്ന് പറയുന്നത് ആ ഡിപ്രസ്ഡ് അല്ല യഥാർത്ഥ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒന്നും ചെയ്യാനായിട്ടൊരു ഉത്സാഹം ഉണ്ടാവില്ല, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും, പിന്നെ കംപ്ലീറ്റ് സങ്കടമായിരിക്കും, സാഡ്നെസ്സിൽ നമുക്കൊരു ഊർജമേ ഉണ്ടാവില്ല, ഒന്നും തോന്നില്ല, നമ്മൾ ഒന്നിനും കൊള്ളാതെ ചിലപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടും കരഞ്ഞും നമ്മുടെ ബോഡി ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് നടക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് അതിനുള്ളൊരു എനർജി ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരാഴ്ച പോലെയല്ല, 2 ആഴ്ച 3 ആഴ്ച മാസങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് ഒരുപാട് നമുക്ക് സിവിയർ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഇമോഷണൽ സപ്പോർട്ടിന് എടുക്കണം. അതിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും, ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കരുത്. നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐസൊലേറ്റഡ് ആവും തോറും നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഹോപ്പ്ലെസ്നെസ് ലൈഫിൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ബെറ്റർ നിങ്ങൾ ഒരാളെങ്കിലും ലൈഫിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ വ്യക്തിയെ കൂട്ടി തന്നെ ഞാൻ പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കണം. ആൻഡ് വൺ മോർ തിങ്, ഉറപ്പായിട്ടും നമുക്ക് ഡിപ്രഷനൊക്കെ ട്രീറ്റബിൾ ആണ്. അതൊരിക്കലും ഒരു ഡിപ്രഷൻ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ആ പെയിൻ അനുഭവിക്കേണ്ടി വരില്ല. അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള തെറാപ്പീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ഒരു കുറവായിട്ടോ ഇതൊന്നും അല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും പലതരത്തിലുള്ള പെയിനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലൊരു പെയിൻ വന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മുടെ ഹൃദയമിടിപ്പ് പോലെ തന്നെയാണത്, അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ വരുമ്പം ഇതിൻ്റെ എൻഡാന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതൊരു റീബർത്തിൻ്റെ തുടക്കമായിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഈ ഒരു യുഗത്തിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ കൂടുതലും ചർച്ച ചെയ്യുന്നത് നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. പക്ഷേ ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളങ്ങനെ വിഷയമായിട്ട് കേൾക്കും, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മളിൽ അത് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ OCD കുറിച്ചൊക്കെ കൂടുതൽ വന്നിട്ട് എല്ലാവരും പറയും, ഇച്ചിരി വൃത്തിയുള്ളവർ പറയുന്നവർക്ക് എനിക്ക് ഇച്ചിരി OCD ഉണ്ടെന്ന് പറയും. ആക്ച്വലി വൃത്തിയുള്ളതല്ല OCD, വൃത്തിയുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതൊരു ലിമിറ്റ് വിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പം എല്ലാവർക്കും അവയർനെസ് ഉണ്ട്. ഇപ്പം എല്ലാവരും തിരയുന്ന എന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്താൻ. ആക്ച്വലി ഈ അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്താൻ തന്നെയല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇംപ്രൂവ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ, കാരണം മനുഷ്യ മനസ്സിൽ കോമൺലി ഉണ്ടാവുന്ന വികാരങ്ങളാണ് ഇതെല്ലാം. അതായത് ഇപ്പൊ ദേഷ്യക്കാരാന്ന് പറയുന്ന ആൾക്കാർ, ദേഷ്യം എല്ലാവരിലും ഉണ്ട്, സങ്കടം എല്ലാവരിലും ഉണ്ട്. പക്ഷെ അതൊരു പോയിന്റ് കൂടുതലാവുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്ത് ജീവിതം നിങ്ങൾ തീർക്കരുത്. ഈവൻ അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെയുള്ള സപ്പോർട്ട് എടുത്തിട്ട് നമുക്കത് സുഖമായിട്ട് അത് ഹീൽ ചെയ്ത് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ഡിപ്രഷൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ അത് അറിയാൻ പറ്റും? എനിക്ക് ഡിപ്രഷൻ്റെ സ്റ്റേജ് സ്റ്റാർട്ടിങ് ആയി തുടങ്ങി എന്നുള്ളത് എപ്പോഴും അറിയാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് അവരിൽ കാണും. അതായത് ഇപ്പം നമുക്ക് പേഴ്സണലി അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പം എഴുന്നേറ്റ് അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടിരിക്കുക. നമുക്ക് പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ അങ്ങ് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമെന്ന് വിചാരിച്ചു. അത് ഇപ്പൊ ചിലപ്പോൾ ഒരു ട്രോമ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കൊക്കെ അത് കോമൺലി നമ്മൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ഉണ്ടാവും. പക്ഷെ ഇത് ആഴ്ചകളും മാസങ്ങളും ആയിട്ട് മാറാത്ത അവസ്ഥയിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെയാണ് ഈ ബൈപ്പോളർ എന്ന് പറയുന്നത്. ഈ ബൈപ്പോളറും ഡിപ്രഷനും ഏകദേശം ഒരുപോലെയാണ്. ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഓരോ ടൈമിൽ ഓരോ മൂഡ് സ്വിങ്സ് ആകുക, അങ്ങനെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ബൈപ്പോളർ ഡിസോർഡർ ഉള്ള ആക്ച്വലി അതിന്റെ ഡെഫിനിഷൻ എന്തുവാണ്? അല്ല, ബൈപ്പോളർ ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി വേരിയാണ്. മറ്റേന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കര സിവിയർ ആയിരിക്കും, ചിലപ്പോൾ ഹൈ എനർജിയിലായിരിക്കും, ചിലപ്പോൾ തീരെ വയ്യായിരിക്കും. അപ്പൊ നമ്മൾ ഓർക്കും ഇയാള് ഇപ്പോൾ ചില സമയത്ത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും ഒരു സംസാരം, ചില സമയത്ത് അവർ ഒട്ടും എനർജി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഒരു ഗാങ്ങിൽ ചെന്നു, അവർ ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിച്ചു, നാളെ അവരെ കാണുമ്പോൾ ഒട്ടും ഇല്ലാതിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഡെയിലി ലൈഫിന് അത് ഒരുപാട് ബാധിക്കും. അപ്പൊ തന്നെ നമുക്ക് ഇവരുടെ പേഴ്സണാലിറ്റി എന്താ നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥ വരും. അതും ഡിപ്രഷനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ അവരുടെ ലോ എനർജിയിൽ ഇവരിങ്ങനെ ഭയങ്കര ലോ ആയിട്ട് ഇരിക്കണ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവരെന്നെ ഡിപ്രസ്ഡ് ആണോ എന്നുള്ളത്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് കാറ്റഗറി തന്നെയാണ്. ഈ ഡിപ്രഷൻ അനുഭവിക്കുന്നവര് ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെ ഈ റീൽസും കാര്യങ്ങളുമാണ് ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ അറിവൊക്കെ കൊടുക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ സ്റ്റേജിൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഉണ്ടോ? സൂയിസൈഡ് ടെൻഡൻസി തോന്നും? ഒരു ഡീപ്പായിട്ട് ഡിപ്രസ്ഡ് ആണെന്ന് നമുക്ക് തോന്നാം. കാരണം ജീവിതത്തിൽ പ്രതീക്ഷയില്ല, മൊത്തം ഹോപ്പ്ലെസ്നെസ്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് ഡിപ്രഷനിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഫോൺ ഉള്ളപ്പം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉള്ള പോലെ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ, ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളോളം നിൽക്കും. അപ്പം ശരിക്കും റിയൽ വേൾഡുമായിട്ട് നമ്മളെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേദന വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫോണിനെയാണ്. അപ്പോൾ കാരണം നമുക്ക് റിയലി വേറൊരാളോട് ഷെയർ ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ChatGPT ആയിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മൾ റീൽസ് കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും ഇത് റിലേറ്റഡ് കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കും, അതിൽ നിന്നൊക്കെ ഉത്തരം കിട്ടുമോ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബീങ് ആണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ സാരയില്ല പോട്ടെ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാലും സൂയിസൈഡ് ടെൻഡൻസിക്കൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, ഈ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് നമുക്ക് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണം. ചിലർക്ക് സംസാരിക്കാനേ തോന്നത്തില്ല, ചിലവർക്ക് ആരെങ്കിലും വേണം എന്ന് വെച്ചാൽ ഒരു കംഫർട്ട് സോൺ വേണം. ആരെങ്കിലും വേണമെന്ന് എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് ഒരു കംഫർട്ടായിട്ട് ഇന്ന ആളോട് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നാൻ, അങ്ങനെ എല്ലായിടത്തും ഷെയർ ചെയ്യാനല്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഡോക്ടർക്ക്? ഒരു കംഫർട്ട് പേഴ്സൺ ആണ് അവർക്ക് വേണ്ടതെന്ന്? തീർച്ചയായിട്ടും. ചിലപ്പോൾ നമുക്ക് ഡിപ്രഷനിലുള്ള ആളങ്ങനെ പറഞ്ഞതൊന്നും വരില്ല, അവരിങ്ങനെ മൂടിയായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും ചിലപ്പോൾ അവരെ കണ്ടറിഞ്ഞ് അവർക്കൊരു ചേഞ്ച് ആവശ്യമാണെന്നൊക്കെ ആദ്യം തിരിച്ചറിയുന്നു. അപ്പൊ കംഫർട്ടായിട്ട് അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ സാമീപ്യം ഭയങ്കര അത്യാവശ്യമാണ്. ഇനി ചിലപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ അതില്ല എങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കണം. ഈവൻ അവനവനെ തോറ്റു കൊടുക്കാനായിട്ട് അവനവനെ അനുവദിക്കരുത്, അവനവനെ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രം നഷ്ടം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക. അല്ലാതെ നമ്മളോർക്ക് നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു പാഠം പഠിക്കും, അല്ലെങ്കിൽ എല്ലാവരും അത് എഫക്റ്റ് ചെയ്യും, ഒന്നും സംഭവിക്കില്ല. എല്ലാവരും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. ആദ്യത്തെ കുറച്ച് നാൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പിന്നെ എല്ലാവരും ആ നോർമൽ ലൈഫിലോട്ട് റിട്ടേൺ വരും. അപ്പം സ്വയം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല എന്ന് സ്വയം പറഞ്ഞ്, ഈവൻ നമുക്ക് ആരും സപ്പോർട്ടിന് വീട്ടിലില്ലെങ്കിലും നമ്മളിങ്ങനെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുക. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നമുക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി അങ്ങനെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഡോക്ടർ തോന്നിയിട്ടുണ്ട് അവർക്കൊരു കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് കേൾക്കാൻ ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും പല സൂയിസൈഡ് കേസുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ
ഒരു സമയമാകുമ്പോൾ ഉള്ളൊരു പോക്കുണ്ടല്ലോ. അതായത് ചിലപ്പോൾ ആ സമയത്ത് ഒരാളുടെ കോള് വന്നാൽ ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റിൽ തോന്നുന്ന ഒരു സംഭവം അങ്ങ് തീർത്തേക്കാന്ന്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ തോന്നലുണ്ടാവില്ല. പക്ഷെ ആ മൊമെന്റിൽ നമ്മളെ ആരും വിളിക്കോ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ സംസാരിക്കാനില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചെന്ന് വരും. അപ്പൊ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കണവരെല്ലാവരും അങ്ങ് ജീവിക്കണ്ടെന്ന് തീർത്ത് തീരുമാനിച്ചിട്ട് തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഫീലിങ്സിൽ അപ്പോൾ ആ ഒരു ഇമോഷണൽ എക്സോഷനിൽ കാണിച്ചു കൊടുക്കാന്നൊക്കെ തോന്നിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ചില ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അവരുടെ ലൈഫിൽ ഒന്നും പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മരണത്തിനൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഈ തോട്ടും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡിനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മളെ ഒരാളെങ്കിലും മനസ്സിലാക്കാനോ അല്ലെ തിരിച്ചു പിടിച്ച് കയറ്റാൻ വന്നാൽ നമുക്ക് ആയുസിന്റെ ബലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ വരും. ഇല്ലെങ്കിൽ നമ്മളത് അവിടെ, കാരണം ചില കേസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പോവില്ലല്ലോ എന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചില മൊമെന്റ്സിൽ അങ്ങനെ ആൾ അവൈലബിൾ ആവണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാനും അവരോടൊന്ന് സംസാരിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. എല്ലാവരും അവനവന്റെ ലോകത്തിലേക്ക് ചുരുങ്ങാതെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒന്ന് കാണാനും സംസാരിക്കാനും പറ്റുവാണെങ്കിൽ ഒരുപാട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറെ നാൾ ഒരു സോഷ്യൽ മീഡിയ കേട്ടൊരു കാര്യമാണ്. ഒരു റിലേഷനാണെന്ന് തോന്നുന്നു, റിലേഷനോ ഫ്രണ്ട്ഷിപ്പ് എന്തോ ആണ്. അപ്പൊ എന്തോ പറഞ്ഞപ്പോൾ വഴക്കിട്ട സമയത്ത് പുള്ളിക്കാരി എന്തോ ഞാൻ പോയി ചാകുമെന്ന് എന്തോ പറഞ്ഞു. എന്നാ നീ പോയി ചത്തു. പുള്ളിക്കാരൻ ആ ഒരു ദേഷ്യത്തിൽ ചാകാൻ വേണ്ടി പറഞ്ഞല്ലേ, എന്നാ നീ പോയി ചാകുക എന്നിപ്പോഴും പറയുന്ന പോലെ. പക്ഷെ അവരപ്പം തന്നെ സ്പോട്ടില് അവർക്കത് നന്നായിട്ട് ഹേർട്ട് ചെയ്തു അത് പറഞ്ഞത്. അപ്പം ആ പുള്ളിക്കാരി അപ്പം തന്നെ പോയി സൂയിസൈഡ് ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി ഡോക്ടർക്ക് എന്താ പറയുക? നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം സൊസൈറ്റിയിൽ 2 തരം ആൾക്കാരുണ്ട്. ഇപ്പം ഹസ്ബൻഡ് വൈഫിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകളുടെ ഹസ്ബൻഡ് നീ പോയി ചാവെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ചാവാനുള്ളതല്ല ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോയി ചാവാൻ പറഞ്ഞാൽ ആഹാ എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം, എന്നെ അത്ര ഉള്ളൂല്ല വില എന്ന് ചിന്തിച്ച് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ എന്താണ് നമ്മളെ ചിത്രീകരിച്ച് വെച്ചേക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. അപ്പൊ ചില ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, അപ്പോഴത്തേക്കും എന്നെ അവൻ കളിയാക്കിയതാ എന്ന് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ മീനിങ്സ് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ബെറ്റർ ഞാൻ പറയുന്നത് അവനവനെ അറിയണം, അവനവൻ എന്താണ്, അവനവൻ്റെ കൂടുതലുകൾ എന്താണ്, കുറവുകൾ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമ്മളങ്ങ് തകർന്നു അല്ലെങ്കിൽ ഇത്ര ലോലഹൃദയരായിട്ട് നമ്മൾ പോവില്ല. കാരണം ഈ ലോകത്ത് ഒരുപാട് നല്ലതും ചീത്തയുണ്ട്. അപ്പൊ ഒരാൾക്ക് ഇപ്പോൾ ഒരാൾ നന്നാവണതിനോട് ഒരുപാട് ആഗ്രഹമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏതൊരാളുകളും വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിടത്തോളം വേറെ ആരും അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ദിവസം ഒരു സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലയൻസും അവനവന്റെ ജീവിതമാണ് ഈ ലോകത്തെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് ചിന്തിച്ച് വരുന്നവരാ. സോ ഒരുപാട് ജീവിതത്തിന്റെ റിയാലിറ്റി നേരിട്ട് കാണാനോ അറിയാനും നമുക്ക് ഈ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ പറ്റും. അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ ഏതെങ്കിലും അമ്മ ചെയ്യോ, ഇതിങ്ങനെ ഏതെങ്കിലും ഭർത്താവ് ചെയ്യോ, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും മക്കൾ ചെയ്യോ എന്ന് പറയുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും അവനവന്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്കപ്പോഴും നമ്മൾ ഈ പ്രോബ്ലംസ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രിയേറ്റേഴ്സ് നമ്മൾ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളത് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. അതിലുപരി അവനവൻ എന്താണെന്നുള്ള ഒരു ധാരണ വേണം. ഇല്ലെങ്കിൽ ഈ ലോകത്ത് പെട്ടെന്ന് നമ്മൾ തകർന്നടിഞ്ഞു പോകും. ഓക്കെ. ഇപ്പോൾ ആൾക്കാർക്ക് പറയുന്നൊരു പൊതുവെയുള്ളൊരു കാര്യമാണ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ലൈഫിൽ നേടണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസത്തിലേക്ക് പോവാം, ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ മോട്ടിവേഷൻ യൂട്യൂബിൽ നോക്കും, മോട്ടിവേഷൻ സ്പീക്കർ എനിക്ക് ഇച്ചിരി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്, മോട്ടിവേഷൻ വേണം പറയുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി മോട്ടിവേഷൻ എക്സ്റ്റേണൽ ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ഇത് റിയാലിറ്റി മോട്ടിവേഷൻ ഇന്റേണൽ ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഈ ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് മോട്ടിവേഷൻ. ഇപ്പം നമ്മൾ ഒരു കാര്യം ഒത്തിരി നാളത്തെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തു, അത് സബ്മിറ്റ് ചെയ്തു, വൻ വിജയമായിട്ട് കിട്ടുമ്പോൾ നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആവും. അതല്ലാതെ മോട്ടിവേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നല്ല ആക്ഷൻ. പക്ഷെ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണലി കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാം ഈ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരുപാട് മോട്ടിവേഷന് വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു, നമുക്ക് എത്ര നേരം ആ മോട്ടിവേഷൻ നിൽക്കും?
അത് കൂടിപ്പോയാൽ അന്നൊരു വൈകിട്ട് വരെ നിൽക്കും. പിറ്റേ ദിവസം എത്തുമ്പോൾ നാളെ തൊട്ട് നന്നാവണം എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം എത്തുമ്പോൾ അത് ഉണ്ടാവില്ല. ബിക്കോസ് എന്താ, മോട്ടിവേഷൻ നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്നത്. സോ ഇന്റേണൽ മോട്ടിവേഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഇന്റേണലി എങ്ങനെ മോട്ടിവേറ്റഡ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്താണോ, അത് എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ചെയ്യുന്നത്, അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. സോ ആക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോട്ടിവേഷൻ. അതാണ് ഇന്റേണലി ഉള്ളൂ, അത് മാത്രം നിലനിൽക്കുള്ളൂ. ചില ആൾക്കാർ മോട്ടിവേഷണൽ സോങ് കേൾക്കും. നമ്മുടെ ഈ ഒരു നിവിൻ പോളിയുടെ മലയാളത്തിലൊരു സോങ് ഉണ്ട്, അത് ഭയങ്കര മോട്ടിവേഷൻ ആണ് ചിലവർക്കെന്ന് പറയുന്നുള്ളൂ. അത് ഈ സോങ് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് രോമാഞ്ചം മോട്ടിവേഷൻ എന്നൊക്കെ പറയാം. അത് കറക്റ്റാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഓരോ മ്യൂസിക്കിനും ഓരോ വേവ്സ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം വെറുതെ ഇരിക്കുവാണെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി വരും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവന്റെ മൂവിയിലെ സോങ് ഒക്കെ പറഞ്ഞാലും നമ്മൾ തീരെ ഡള്ളായിട്ടിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ വേവ്സുമായിട്ട് കണക്റ്റഡ് ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് ഇമോഷനിലോട്ട് കൊണ്ടുപോകാനോ അതിനുള്ളൊരു കഴിവുണ്ട്. സോ മ്യൂസിക് എപ്പോഴും നമുക്ക് എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ ആക്ഷനും കൂടി എടുക്കുകയാണ്. നമ്മൾ വർക്കൗട്ടിന്റെ മ്യൂസിക് കേട്ടിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മ്യൂസിക് തീരുമ്പോൾ മോട്ടിവേഷൻ തീരും. പക്ഷെ മ്യൂസിക്കോട് കൂടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ് ആയി വരുമ്പോൾ നമുക്ക് മോട്ടിവേറ്റഡ് ആവും. സോ അതിന്റെ കൂടെ ഇതും കൂടി ക്ലബ് ചെയ്യണം. പക്ഷെ മ്യൂസിക്കിന് ഈ പറഞ്ഞ പോലെ ഒരു എനർജി നമ്മളിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ള കാര്യം, റിയൽ മോട്ടിവേഷൻ ഞാൻ ജിമ്മാണ്. നീ ആൾക്കാർ ബ്രേക്കപ്പ് ആവുമ്പോഴല്ലേ, കൂടുതലും ആണുങ്ങളാണ് കേട്ടോ, ബ്രേക്കപ്പ് ആവും കുറച്ച് ദിവസം കാര്യം, പിന്നെ ഒരു ജിമ്മ് ഒരു പോക്കാണ്, പിന്നെ ജിമ്മായി, പിന്നെ നോ ഗേൾസ് ആയി, പിന്നെ സിംഗിൾ ആണ് നല്ലത്, പിന്നെ പോസ്റ്റും കാര്യങ്ങളും. ആക്ച്വലി ജിമ്മ് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് പലർക്കും. അത് മോട്ടിവേഷനിലുപരി നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആവുകയാണല്ലോ ജിമ്മിൽ പോകുമ്പോൾ. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല കെമിക്കൽസ് നമ്മുടെ ബ്രെയിൻ പുറപ്പെടുവിക്കും. അപ്പം തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവും. മറ്റേന്ന് വെച്ചാൽ ഡൗൺ ആയിട്ടുള്ളതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടുമ്പോൾ ആൾക്കാർ വിചാരിക്കും മോട്ടിവേഷൻ തരുന്നത് ജിമ്മാണെന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒത്തിരി നമ്മുടെ മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ചിന്ത നെഗറ്റീവായിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഹേവിയറിൽ നമ്മളൊന്ന് അല്ലെങ്കിൽ ആക്ഷനിൽ നിന്നൊന്ന് ചേഞ്ച് ചെയ്താൽ പോലും നമുക്ക്, അതായത് ചുമ്മാ ഇപ്പം ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് നടന്നാൽ പോലും നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ആവും. സോ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് അത്രയധികം നമ്മുടെ മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മോട്ടിവേറ്റഡ് ആവുന്നത്. റിയൽ ആയിട്ട് അത്രയും ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആവുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഈ പല ആൾക്കാരും ഗോൾ സെറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്. ഈ ഗോൾ സെറ്റിംഗ്സിൽ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഒക്കെ എന്താണെന്ന് ഡോക്ടർക്ക് അറിയാമോ? ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആണ് ആളുകൾ സെറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്ക് 10,000 രൂപ ഉള്ളൂ നമ്മുടെ കയ്യിൽ സാലറി എന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം, ഞാനൊരു 80,000 രൂപ എനിക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം എന്നായിരിക്കും അവർ ഗോൾ വെക്കുക. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ 10,000 രൂപ ഉള്ള ഒരാൾക്ക് 80ലേക്ക് 2 മാസം കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അൺറിയലിസ്റ്റിക് ആണ്. നേരെ മറിച്ച് 10,000ൽ നിന്ന് ഒരു 20,000ലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ 15ലേക്ക്. നേരെ എപ്പോഴും നമ്മൾ ഗോൾസ് വെക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് തൊട്ടടുത്ത ഗോളെ നമ്മൾ വെക്കാവുള്ളൂ. ഇപ്പൊ വെയിറ്റ് ലോസിന്റെ കാര്യം അങ്ങനെയാണ്. ഒരു 90 കിലോ ഉള്ള ആള് പറയാണ് ഞാൻ 2 മാസം കൊണ്ട് 50 കിലോ ആക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി അത് ബോഡീനെ എഫക്ട് ചെയ്യും. അപ്പൊ ഗ്രാജുവലി ആണ് നമ്മൾ എല്ലാ കാര്യവും വെക്കേണ്ടത്. അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. പിന്നെ എന്താണ് വേണ്ടതെന്നുള്ള പ്രോപ്പർ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെ കുറയ്ക്കണം, എത്ര kg കുറയ്ക്കണം എന്നൊക്കെ ഉള്ള എല്ലാ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാവണം. അപ്പൊ നമ്മൾ പറയില്ലേ, എത്രത്തോളം നമ്മൾ ഒരു ഫോൺ മേടിക്കണം, ഒരു ഗോളാ. പക്ഷെ ഏത് ബ്രാൻഡിന്റെ, എന്ത് കളറ്, എങ്ങനത്തെ ഫോണ് എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിന് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസേ സെറ്റ് ചെയ്യാവുള്ളൂ. എന്നാലാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പോൾ ഗോൾ സെറ്റിങ്ങിൽ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആണ് ആളുകൾ സെറ്റ് ചെയ്യാറ്. ഇപ്പൊ ഈ ഗോൾ സെറ്റിംഗ് പറഞ്ഞല്ലോ, എനിക്കിപ്പോഴാണ് കട്ടപ്പന ഋത്തകൃഷ്ണ മൂവിയിൽ അവർ രാവിലെ എണീറ്റിട്ട് മറ്റേ ചാർട്ടിൽ എഴുതി വെക്കും, വിഷം ബോർഡ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് രാവിലെ എണീറ്റ് നോക്കാം, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ ഏറ്റവും താഴെ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, അങ്ങനത്തെ ഇതാണ്. അപ്പൊ ആക്ച്വലി ഈ സംഭവം നമ്മുടെ ഗോൾസ് എന്താന്ന് വെച്ചാൽ നമ്മൾ വിഷം ബോർഡിൽ എഴുതി രാവിലെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു
മോട്ടിവേഷൻ ആണോ ഒരു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തോന്നുന്നു നമുക്ക്? നമ്മൾ വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല ആക്ച്വലി. നമ്മളിപ്പോ എന്നും രാവിലെ വിഷൻ ബോർഡിൽ ഇങ്ങനെ എഴുതി കണ്ടിട്ട് അങ്ങനെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കാം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തൊട്ടടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നടക്കും. നേരെ മറിച്ചിട്ട് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്ത, ഇപ്പൊ ഞാൻ പറയാം നമുക്കൊരു സൈക്കിള് പോലും ഇല്ല, നമ്മൾ പറയും ഞാൻ BMW മേടിക്കൂന്ന്, നമ്മുടെ ഗോളിൽ ഇട്ട് വെച്ചേക്കാം. പക്ഷെ BMW മേടിക്കാൻ പറ്റുമോ അവർക്ക്? പക്ഷെ ഇറ്റ്സ് ടേക്ക് സം ടൈം അല്ലെ. അത് പ്രപഞ്ചം അതിലേക്ക് എത്താനായിട്ട് പല പല പടികൾ കിടക്കും. അപ്പം A എന്നുള്ളൊരു ആൽഫബറ്റ് നിന്നുകൊണ്ട് അടുത്ത കാല് ഞാൻ ഇസഡിലോട്ട് വെക്കൂന്ന് പറയുന്ന പോലെ അതിനിടയ്ക്ക് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പൊ A നിൽക്കുമ്പോൾ ബിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും ബിഹേവിയറിനെയും എല്ലാം അലൈൻ ചെയ്തുകൊണ്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ചാല, അതായത് നമ്മുടെ ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ എക്സാമ്പിൾ, ഇപ്പൊ എന്നെ കാണുമ്പോൾ എല്ലാവരും നല്ലത് പറയണം, നമ്മുടെ ഒരു ഗോളാ. എന്നെ എല്ലാം ഒരുപാട് പേര് ഇഷ്ടപ്പെടണം. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുക ഞാൻ അത്ര പോരാ, ഞാൻ എൻ്റെ അടുത്ത് അതാ സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്നെ കാണുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള. അപ്പൊ ഞാൻ എന്താ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള വൈബ്രേഷൻ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ച് ചെയ്യേണ്ടത് അവനോട് സംസാരിക്കുന്ന രീതി തൊട്ട് മാറ്റണം. എന്നിട്ട് പല തലങ്ങളിൽ ഒരു തലമാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പക്ഷെ ആ വിഷൻ ബോർഡിലോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് സെൽഫ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ മാനിഫെസ്റ്റേഷൻ പഠിക്കാനൊക്കെ വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോയിട്ടാണ് ആ സ്റ്റെപ്പിലോട്ട് എത്തുന്നത്. പക്ഷെ അതൊന്നും പോകാതെ ഒറ്റയടിക്ക് നമ്മൾ വിഷൻ ബോർഡ് എടുത്ത് എന്നെ ആഗ്രഹം പറഞ്ഞു എഴുതാം എന്ന് പറഞ്ഞിട്ട് 2 പടം ഒട്ടിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷെ കിട്ടുന്നത് ഈ പ്രോസസ്സിലൂടെ അവിടെ എത്തണം. അങ്ങനെ.